ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് പറയുന്നുണ്ട്, യൂസസ് പറയുന്നുണ്ട്, സ്കോപ്പ് ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്, നേച്ചർ ഉണ്ട്, നോളജ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ലൈബ്രറി ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിന് ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീനിങ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് സിമിലർ ഓർ ലൈക്ക് എൻറ്റിറ്റീസ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെയുള്ളവയുടെ ഒരു ഗ്രൂപ്പിംഗ് ആണ്. ഒരുപോലുള്ളത് ഒരു ഗ്രൂപ്പാക്കി മാറ്റി വെക്കുന്ന ഒരു പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം, എൻറ്റിറ്റീസ്, അല്ലെങ്കിൽ ഒരു സംരംഭം, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, എന്ത് സിമിലർ ആയിട്ടുള്ള എല്ലാത്തിനെയും ഒരു ഗ്രൂപ്പിലാക്കി വെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. It may be noted that there can be no grouping without a division, as there can be no shadow without light. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ലൈറ്റ് ഇല്ലാണ്ട് ഷാഡോ ഇല്ല, വെളിച്ചമില്ലാതെ നേരില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഡിവിഷൻ ഇല്ലാതെ ഗ്രൂപ്പിങ്ങും ഇല്ല. ഒരു ഡിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ, ഒരു ഗ്രൂപ്പിംഗ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഫോർ ഗ്രൂപ്പിംഗ് ഇംപ്ലൈസ് ഡിവിഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, ഈ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഡിവിഷനെയാണ്. അപ്പോൾ അവിടെ വ്യത്യസ്തത ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വ്യത്യസ്തമായ കുറേ സംഭവങ്ങളിൽ ഒരുപോലെ തന്നെ മാറ്റി വെക്കുന്നു, ഒരുപോലെ തന്നെ ഒരു ഗ്രൂപ്പാക്കി വെക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഡിവിഷൻ തന്നെയാണ്. ഗ്രൂപ്പിംഗ് ഇംപ്ലൈസ് ഡിവിഷൻ. പിന്നെ ഗ്രൂപ്പിംഗ് ആൻഡ് ഡിവിഷൻ ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. അതുപോലെ തന്നെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഗ്രൂപ്പിങ്ങും ഡിവിഷനും എന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് വി ആഡ് എ മെമ്പർ ടു എ ഗ്രൂപ്പ് ബൈ സെപ്പറേറ്റിംഗ് ഇറ്റ് ഫ്രം അതർ ഇൻ ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ആൻഡ് റീഗ്രൂപ്പിംഗ്. ഇപ്പോൾ ഗ്രൂപ്പിങ്ങും റീഗ്രൂപ്പിംഗ്, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് ഒരു മെമ്പറിനെ ആഡ് ചെയ്യുന്നു, മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു മെമ്പറിനെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നു. ഗ്രൂപ്പിങ്ങിലൂടെയും റീഗ്രൂപ്പിങ്ങിലൂടെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഗ്രൂപ്പിംഗ് ആൻഡ് ഡിവിഷൻസ് ആണ് ബേസിക് പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പിങ്ങും അതുപോലെ തന്നെ ഡിവിഷനുമാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിംഗ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നത്, റാങ്കിങ് ഉണ്ട്. അപ്പോൾ ആഫ്റ്റർ ഗ്രൂപ്പിംഗ് സ്റ്റാർട്ട്സ് ദ പ്രോസസ് ഓഫ് റാങ്കിങ്, ദാറ്റ് ഈസ് അറേഞ്ചിങ് ദ മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഇൻ എ സീക്വൻസ്. ഒരു സീക്വൻസിൽ ഈ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെ എന്താക്കുന്നു, അറേഞ്ച് ചെയ്ത് വെക്കുന്നു ഒരു എന്തിൻ്റെങ്കിലും ബേസിൽ. അപ്പോൾ ഈവനെ സ്മോൾ ഫാമിലി, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്മോൾ ഫാമിലിയിൽ നമ്മൾ ഡിവിഷൻ നടത്തുന്നത് അല്ലെങ്കിൽ റാങ്കിങ് നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ എന്തുണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും, അഡൽട്ടായിട്ടുള്ള വ്യക്തികളുണ്ടാവും. അപ്പോൾ ഏജിൻ്റെ ബേസിൽ എന്താക്കാം, നമുക്ക് റാങ്കിങ് നടത്താം. അപ്പോൾ അങ്ങനെ